നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്ന് രാത്രിയാണ് ബ്യൂണസ് അയേഴ്സിൽ മത്സരം. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 കളി ആരംഭിക്കും. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു കടുത്ത പോരാട്ടം നടക്കും, പക്ഷേ പരസ്പര ബഹുമാനത്തോടുകൂടിയുള്ള ഒരു കളിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും ബ്രസീൽ താരങ്ങൾ പ്രതീക്ഷിക്കുന്ന അർജന്റീൻ താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രൊവോക്കേഷനും മറ്റുമൊക്കെയാണ്. സാധാരണ അർജന്റീന അങ്ങനെ ചെയ്യാറുണ്ട്, എതിരാളികളെ പ്രൊവോക്കേറ്റ് ചെയ്യുക, അവരെ മെൻ്റലി ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മാർക്കിനോസ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ബെൻഡോ പറഞ്ഞിരുന്നു. അതുപോലെ മാർക്കിനോസ് റഫറിമാരുടെ ഭാഗത്ത് നിന്ന് ഒരു ഡബിൾ സ്റ്റാൻഡേർഡിനുള്ള സാധ്യതയും മുൻകൂട്ടി പറയുന്നത് നമ്മൾ കേട്ടു. ഏതായാലും കോച്ച് ഡൊറിവാൾ ജൂനിയർ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഡൊറിവാൾ ജൂനിയർ പറയുന്നത് അർജന്റീന ലോക ചാമ്പ്യന്മാരാണ്, അവർ കോപ്പ അമേരിക്ക വിജയിച്ചവരാണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബഹുമാനത്തോടു കൂടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള പോരാട്ടം പ്രതീക്ഷിക്കുന്നു, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. തീർച്ചയായിട്ടും ഈ ഗെയിം വേൾഡ് ഫുട്ബോളിലെ തന്നെ ഒരു ഗ്രേറ്റ് ക്ലാസിക് പോരാട്ടമാണ്. കളിക്കളത്തിൽ നല്ല ഫൈറ്റ് ഉണ്ടാകും, പക്ഷേ റെസ്പെക്റ്റ് ഉണ്ട്. രണ്ട് ടീമുകൾ തമ്മിലുള്ള റെസ്പെക്റ്റ് നിലനിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ കളിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക, നല്ല ഫുട്ബോൾ കളിക്കണം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ലോക ചാമ്പ്യന്മാരായ, നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ ടീമിനെതിരെയാണ് ഞങ്ങൾക്ക് കളിക്കാനുള്ളത്. റീസെൻ്റ് ഇയേഴ്സിൽ എല്ലാം വിജയിച്ചിട്ടുള്ള ഒരു ടീമാണ് അർജന്റീനയുടെ ടീം. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ബെസ്റ്റ് ഫുട്ബോൾ അവർക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഗ്രേറ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അതേസമയം എല്ലാ കണ്ടീഷനെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കളിയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് തിരിച്ച് റെസ്പെക്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫുട്ബോൾ മത്സരമാണ്, അത് കളിക്കളത്തിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. 22 ഗ്രേറ്റ് അത്ലറ്റ്സ് തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ഇവിടെയും നടക്കാൻ പോകുന്നത്. സോ യെസ്, ഡ്യുവൽസ് ഉണ്ടാവും, പക്ഷേ അതെല്ലാം കളിക്കളത്തിൽ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു പോരാട്ടമായിരിക്കും എന്നാണ് കോച്ച് പറയുന്നത്. ഈവൻ റേസിസം പോലും അർജന്റീന കാണികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അരാന പറഞ്ഞത് നമ്മൾ കേട്ടു. സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. എത്ര കോപ്പ ലിബർട്ടഡോറസ് പോരാട്ടങ്ങളിൽ ബ്രസീലിയൻ ടീമുകൾ അർജന്റീനയിൽ പോയി കളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ താരങ്ങൾ ഇത് പറയുന്നത്. പക്ഷേ കോച്ച് പ്രതീക്ഷിക്കുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടിയുള്ള കളിയാണ്. ബാക്കി കാര്യം കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.